വിശ്വാസങ്ങൾ പല തരത്തിലും രൂപത്തിലുമാണ്. ഓരോ വ്യക്തിയും അമ്പലത്തിൽ പോകുന്നത് ഓരോ കാരണത്താലായിരിക്കും. ഞാനൊരു വിശ്വാസിയായിരുന്നു, പക്ഷെ ചില കാരണത്താൽ ഞാനൊരു ഏത്തിസ്റ്റായി മാറിയിട്ടുണ്ട്. എന്നാലും ഞാൻ കുടുംബത്തോടു കൂടി അമ്പലത്തിൽ പോകുന്നത് അങ്ങനെ മിസ്സാക്കാറൊന്നുമില്ല. വയസ്സാവുന്നത് കൊണ്ടാണോ, തള്ള വൈബാണോ എന്താണെന്ന് അറിയില്ല, പക്ഷെ അമ്പലത്തിൽ പോയാൽ കിട്ടുന്ന ആ ഒരു പോസിറ്റിവിറ്റി ഒന്നും ഒരു പബ്ബിനോ ഒരു പാർട്ടിക്കോ ഒന്നും തരാൻ പറ്റുള്ളൂ. അങ്ങനെ ഇന്ന് മഹാശിവരാത്രി രാവിലെ തൊട്ടേ ഞാൻ കേൾക്കുന്നതാ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വരാമെന്നത്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ആ പോസിറ്റിവിറ്റിയും തേടി ഞാൻ അമ്പലത്തിലേക്ക് അങ്ങ് പോയി. ചെറുപ്പത്തിൽ ശിവരാത്രി കൊണ്ടുള്ള ഓർമ്മ എന്തെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് കുളിച്ച് ഒരിക്കൽ വ്രതമൊക്കെ എടുത്ത് പിന്നെ രാത്രി പറ്റുന്നത്ര ടൈം ഒന്ന് ഉറക്കൊഴിഞ്ഞിരിക്കുക എന്നതാണ്. അന്നൊക്കെ ഒരിക്കൽ വ്രതം എടുക്കുന്നതും ഉറക്കൊഴിഞ്ഞിരിക്കുന്നതൊക്കെ എന്തോ ഒരു വലിയ സംഭവമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ജനറേഷനിലെ എത്ര പേർ ഇതേപോലെ വ്രതമൊക്കെ എടുത്ത് ഉറക്കൊഴിഞ്ഞിരിക്കുന്നുണ്ട്. ഉറക്കൊഴിഞ്ഞിരിക്കുന്നതിനെ കൊണ്ട് പിന്നെ നമുക്ക് വലിയ പുത്തരിയായി തോന്നില്ല, കാരണം ഇപ്പം എല്ലാവരും ഉറക്കൊഴിഞ്ഞ് ഫോണിലാണല്ലോ. 10 വർഷം മുന്നേ ഉള്ള വിശ്വാസവും ഇപ്പോഴുള്ള വിശ്വാസവും തമ്മിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് വിശ്വാസമില്ലെങ്കിൽ കൂടി ശാന്തി സമാധാനത്തിന് വേണ്ടി അമ്പലത്തിൽ പോകുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. ദൈവത്തിൽ ഇപ്പോഴും വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ, വിശ്വസിക്കാത്തവർ വിശ്വസിക്കാതിരുന്നോട്ടെ.